അപ്പോൾ വടക്കുന്നാഥനിലെ സെക്കൻഡ് പാർട്ട് കണ്ടാലോ? അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറി അമ്പലത്തിലേക്ക് വന്നപ്പോൾ അവിടെ പൂ വിൽക്കുന്ന ഒരു ചേട്ടനാണെങ്കിൽ പൂ വാങ്ങുമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ പുറകെ വന്നു. അങ്ങനെ പിന്നെ ഞങ്ങളൊരു പൂവൊക്കെ വാങ്ങി. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ഉള്ളിൽ കയറിയില്ല എന്നുണ്ടെങ്കിൽ 2 ഫോട്ടോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഇതൊക്കെ കണ്ട് ഇവിടെ നിന്നിട്ട് ചേച്ചിക്ക് ഫോട്ടോയൊക്കെ എടുത്തു കൊടുത്തതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഇറങ്ങി. ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഈ ഗ്രൗണ്ടിലാണെങ്കിൽ നിറയെ പ്രാവുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഞങ്ങൾ പറത്തി വിട്ടിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടുത്തെ ഈ സബ്വേയിൽ കൂടെ ഞങ്ങൾ ഒരു പ്രാവശ്യം കയറി നേരെ ഓപ്പോസിറ്റ് ഇറങ്ങിയെങ്കിലും അതല്ല വഴിയെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ച് നടന്നു വന്ന് കറക്റ്റ് വഴി കൂടെ പോയി. അത് ഉച്ച സമയം കൂടെയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല ചൂടായിരുന്നു. ചൂട് കാരണം ഞങ്ങൾക്ക് നടക്കാൻ പോലും വയ്യ. ആ വഴിയാണ് ഞങ്ങൾക്ക് പോവേണ്ടിയിരുന്നത്, പക്ഷേ ഞങ്ങൾ വന്നത് വേറൊരു വഴിയായിരുന്നു. ഞങ്ങൾ വന്ന വഴി ഇറങ്ങിയപ്പോൾ നേരെ എവിടെ എത്തി. പിന്നെ ഞങ്ങൾ കറക്റ്റ് വഴി കൂടെ പോയി. പിന്നെ ഒരു ഓട്ടോയൊക്കെ പിടിച്ച് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. റെയിൽവേ സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് എടുത്ത് അവിടെ നിന്ന് പിന്നെ അടുത്ത് ട്രിവാൻഡ്രത്തേക്ക് ട്രെയിൻ പിടിച്ചു. ചൂട് കാരണം ട്രെയിനിലും കിടക്കാൻ വയ്യ. വരുന്ന കാറ്റാണെങ്കിലോ ഫുള്ള് ചൂടുള്ള കാറ്റ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കൊല്ലത്താണ് ഇറങ്ങിയത്. ചൂട് കാരണം ട്രെയിനിൽ ഇരിക്കാൻ വയ്യ. പിന്നെ ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് നേരെ കൊല്ലം ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അവിടെ പോയിട്ട് ഇതാണ് ഞങ്ങളുടെ കൊല്ലം ക്ലോക്ക് ടവർ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് ബിരിയാണിയൊക്കെ കഴിച്ചു. ഞാൻ ചിക്കൻ ബിരിയാണി, ചേച്ചിയും ചിക്കൻ ബിരിയാണി ആയിരുന്നു കഴിച്ചത്. ചിക്കനായിരുന്നു ബീഫായിരുന്നു എന്നറിയില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓരോ ലൈമും കുടിച്ചു. നേരെ KSRTCയിൽ കയറി വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.